ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ചെമ്മനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ചെമ്മനീർപ്പൂവിൽ രേവതിയെ തിരിച്ച് കണ്ട സച്ചിയുടെ സന്തോഷവും ആഹ്ലാദവും ഒരു സങ്കടമൊക്കെ നിറഞ്ഞ വികാരനിർഭരമായ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണുന്നത് കേട്ടോ, ചെമ്പനീർപ്പൂവ്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ അങ്ങനെ സച്ചിയും ഈച്ചയും കൂടിയിട്ട് രേവതി അന്വേഷിച്ച് എവിടെയും കാണുന്നില്ല. അങ്ങനെ സച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈച്ച പറയും, നീ ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോ. സച്ചി പറയുമ്പോൾ ഞാൻ എങ്ങനെ രേവതി ഇല്ലാണ്ട് പോകുന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചി നീ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈച്ച അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. വീട്ടിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ സങ്കടം വന്നിങ്ങനെ കരഞ്ഞിട്ട് സച്ചി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ അകത്ത് രേവതി അലമാറ തുറക്കണത് കാണും. അലമാറ തുറന്ന് എന്താ അലമാറയിൽ വെക്കണ കാണുമ്പോൾ സച്ചിക്ക് സങ്കടമാണോ ദേഷ്യമാണോ സന്തോഷമാണോ എന്താണെന്നറിയില്ല. സച്ചി ഓടിപ്പോയി രേവതിയോട്, നീ എവിടെ പോയി, നീ ഇന്ന് രാവിലെ തൊട്ടിട്ട് നീ എവിടെ പോയി, നീ എനിക്കൊരു വാക്ക് പറയാൻ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് കലിപ്പിൽ ഇങ്ങനെ കലിപ്പെന്ന് വെച്ചാൽ അവളെ കണ്ട സന്തോഷത്തിൻ്റെ ദേഷ്യമാണ് കേട്ടോ അവൻ്റെ മുഖത്ത്. അപ്പോൾ അവളൊന്നും മിണ്ടണില്ല, വഴക്കൂടി. അങ്ങനെ സച്ചി രേവതിയോട് ദേഷ്യപ്പെടാൻ, നീ എവിടേക്കാണ് പോയി, നീ എന്താ ഒരു വാക്ക് പറയാതെ പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ചെയ്യുക, വഴക്കുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ രേവതിയോട് ഉറക്കം സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രുതിയും ശ്രീകാന്തും ഒക്കെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതി ചോദിക്കും, അതിന് ഞാൻ വീട് വിട്ടു പോയി എന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് രേവതി. നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ രേവതി? ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല, ഞാൻ അന്വേഷിക്കാത്ത അമ്പലങ്ങളില്ല, ഞാൻ പോവാത്ത വീടുകളില്ല, ഞാൻ പോവാത്ത എല്ലാ അമ്പലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഞാൻ എല്ലായിടത്തും നിന്നെ അന്വേഷിച്ചു, എവിടെയും നിന്നെ കണ്ടില്ല. നീ എൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചോ? നീ ഇല്ലാണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഓടി വന്ന് രേവതിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാണ്, കൊച്ചു കുട്ടികളെ പോലെ കരയാണ്. അതിന് സച്ചേട്ടാ, അപ്പോൾ രേവതി പറയും, സച്ചേട്ടാ എന്താ അത് ചോദിക്കുകയാണ്. ഞാൻ എത്ര തകർന്നെന്നറിയാം രേവതി, ഇതിൻ്റെ സങ്കടം അനുഭവിച്ചത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകണം, എന്നാലും നിനക്കത് അറിയുള്ളൂ എന്നൊക്കെ പറയണം സച്ചി. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ എന്ത് ഇതുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും വീട് വിട്ട് പോയത് ശരിയായില്ല. പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ, വീടാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വീട് വിട്ട് പോയത് ശരിയായില്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അവളതിന് അവളുടെ തോന്നിയാസ്ഥനല്ലേ, പകൽ ഒരു ചുറ്റിയായിരുന്നു, ഇപ്പോൾ അവൾ രാത്രിയും കൂടി ഒരു ചുറ്റാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. 2 കൊടുക്കട സച്ചി, അവളെ നന്നാക്കാൻ പറ്റും, നീ ഒന്ന് നോക്ക്, ഇങ്ങനെ തോന്നിയാസം പോലെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ, അതിന് ഞാൻ വീട് വിട്ട് പോയതാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ ഞാൻ വീട് വിട്ട് പോയതാന്ന്? ഞാൻ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വീട് വിട്ട് പോയി. അപ്പോൾ ശ്രീകാന്ത് പറയും, എടുത്തി ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എടുത്തി ഇവിടെ താമസിച്ചില്ല, പിന്നെ ഇപ്പം എന്തിനാ എടുത്തി ഈ ഒരു നിസ്സാര കാര്യത്തിന് വീട് വിട്ട് പോയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ, ഞാൻ വീട് വിട്ട് പോയതല്ല ശ്രീകാന്തേ, ഇതാരാ പറഞ്ഞേ ഞാൻ വീട് വിട്ട് പോയതാന്ന്? അപ്പോൾ ശ്രുതിയും പറയും, എന്നാലും രേവതി നീ ചെയ്തത് തീരെ ശരിയായില്ല, ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി രേവതിനെ കുറ്റപ്പെടുത്തുമ്പോൾ രേവതി പറയും, നിൽക്ക് ഞാനൊന്ന് പറയട്ടെ, എല്ലാവരുടെയും പറച്ചിൽ കഴിഞ്ഞു, ഞാനൊന്ന് പറയട്ടെ, ഞാൻ വീട് വിട്ട് പോയതാ നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ? ഞാൻ വീട് വിട്ട് പോയതൊന്നല്ല. പിന്നെ നീ എവിടേക്കാണ് പോയത്? ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ വീട് വിട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിലും കൂടുതൽ ഞാൻ അപമാനിക്കപ്പെട്ടിട്ട് ഞാൻ ഇവിടുന്ന് വീട് വിട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് നിങ്ങളാരും വിട്ടു പോകാൻ പറ്റില്ല, ഞാൻ വീട് വിട്ട് പോയതല്ല, ഞാനൊരു അത്യാവശ്യത്തിന്. അപ്പം നീ പിന്നെ എവിടേക്കാണ് പോയത്? ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി പോയത്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണല്ലോ പോയത്. അങ്ങനെ എല്ലാവരും രേവതിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് രേവതി പറയും, എല്ലാവരുടെയും കഴിഞ്ഞ് ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയി. അപ്പോൾ ആരോടാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് രേവതിയോട് അവരെല്ലാവരും. നീ ആരോട് പറഞ്ഞിട്ടാണ് പോയേ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുക എന്താ ഉണ്ടായെന്ന്. രാവിലെ രേവതി ചെടി നനയ്ക്കണം, അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ രേവതിയുടെ കൂടെ പൂ കെട്ടണ ചേച്ചി വന്ന് വണ്ടി നിർത്തിയിട്ട് രേവതിയോട് പറയുന്നു, രേവതിനെ കണ്ടപ്പോൾ രേവതി വാ ചേച്ചി അകത്തേക്ക് ഇരിക്കുക പറയുമ്പോൾ, വേണ്ട നിൻ്റെ അമ്മായിമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ പറയണം. എന്നിട്ട് പറയണം, നിന്നെ ഞാൻ കൈയോടെ കൊണ്ടുപോകാനാണ് വണ്ടി കൊണ്ട് വന്നേ പറയണം. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ പറയണു, അമ്പലത്തിലൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിനാണ് കിട്ടിയേക്കണം, അപ്പോൾ നീ നന്നായി പൂ കിട്ടില്ല, അപ്പോൾ നീയും കൂടി വായോ എന്ന് പറയുമ്പോൾ രേവതി പറയണം, അതിനെന്താ ചേച്ചി ഞാൻ വരാമല്ലോ, എന്തായാലും എനിക്കിപ്പോൾ ഓർഡർ കുറവാണ്, കിട്ടണ പൈസ എന്തിനാണ് ഞാൻ വേണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ പോണതാണ്. അവളിങ്ങനെ ആലോചിക്കുന്നത്, പക്ഷേ അത് അവരോട് പറഞ്ഞിട്ടില്ല, അവളിങ്ങനെ ആലോചിക്കുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ രേവതിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ സച്ചിയും രവീന്ദ്രനൊക്കെ സന്തോഷിക്കുന്നു, രവീന്ദ്രനൊക്കെ കരയാണ് കേട്ടോ അവൾ തിരിച്ചു വന്ന സന്തോഷത്തിൽ. അപ്പോൾ രവീന്ദ്രനെ ഒരു മോളെ പോലെയുള്ള സ്നേഹവും വാത്സല്യം നമുക്കതിന് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് കഥ വരുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്